ലോകത്തുള്ള സർവ്വ നന്മകളും നിനക്കുണ്ടെങ്കിലും 1000 കൊല്ലം നീ നിസ്കരിക്കുകയും ഉഹദ് മലയോളം നീ സ്വർണം ദാനം ചെയ്യുകയും നീ ജീവിച്ച വർഷം മുഴുവൻ ഹജ്ജ് ചെയ്യുകയും ഒരു ദിവസം പോലും ഒഴിവാക്കാതെ നോമ്പെടുക്കുകയും എല്ലാ ഇബാദത്തുകളും നീ ചെയ്യുകയും ഉറക്കമില്ലാതെ നീ 1000 കൊല്ലം അള്ളാഹുവിനെ ആരാധിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും ശിർക്ക് ചെയ്തുകൊണ്ടാണ് നീ അള്ളാഹുവിന്റെ അടുത്തെത്തുന്നത് എങ്കിൽ ആ നന്മകളിൽ ഒന്നുപോലും അള്ളാഹു സ്വീകരിക്കുന്നതല്ല. നിസ്കരിച്ചിട്ട് കാര്യമില്ല, നീ നോമ്പെടുത്തിട്ട് കാര്യമില്ല, നീ ഹജ്ജ് ചെയ്തിട്ട് കാര്യമില്ല, നീ സദഖ ചെയ്തിട്ട് കാര്യമില്ല, അള്ളാഹു സ്വീകരിക്കുകയില്ല. സഹോദരങ്ങളെ, ശിർക്കിനോളം ഗുരുതരമായ മറ്റൊരു തിന്മയില്ല. സഹോദരങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിക്കുക, അള്ളാഹു അല്ലാത്തവരോട് തേടുക എന്ന്, അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുക എന്ന്, അള്ളാഹു അല്ലാത്തവരോട് സഹായം തേടുക എന്ന്, അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ച നേരുക എന്ന് ഇബാദത്തായി, ആരാധനയായി സ്ഥിരപ്പെട്ട എന്തൊരു കാര്യമുണ്ടോ, ഏതൊരു ഇബാദത്തുണ്ടോ, അത് അള്ളാഹു അല്ലാത്ത ഒരാൾ നൽകിയാൽ അവൻ മുശ്രിക്കാൻ, അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നതാണ്. അള്ളാഹുവിനെ ധിക്കരിക്കപ്പെട്ടതിൽ വെച്ച് ഏറ്റവും കടുത്ത തിന്മ ശിർക്കാണ്. അതുപോലെ ഒരു തിന്മ ഭൂമിക്ക് മുകളിൽ ഒരാൾക്കും സാധിക്കുകയില്ല. ശിർക്കിനോളം കടുത്ത ഒരു തിന്മയില്ല. ലുഖ്മാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മകന് നൽകിയ ഉപദേശം നിങ്ങൾ സൂറത്തുൽ ലുഖ്മാനിൽ കാണാം. ലുഖ്മാൻ നബി പറയാൻ, യാ ബുനൈ, എന്റെ പൊന്നുമകനെ, ലാ തുശ്രിക് ബില്ലാഹ്, നീ ശിർക്ക് ചെയ്യരുത്. ഇന്ന ശിർക ലദുൽമുൻ അദീം. ഒരു വാപ്പ മകന് നൽകിയ ഒന്നാമത്തെ ഉപദേശമാണ്, മോനെ നീ ശിർക്ക് ചെയ്യരുത്, ഏറ്റവും വലിയ അതിക്രമം ശിർക്കാണ്. എന്താ ഒരാൾ ശിർക്ക് ചെയ്താൽ അവന്റെ അവസ്ഥ? ശിർക്ക് പോലെ ഒരു തിന്മ വേറെയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അല്ലാഹു ഒരിക്കലും അവനിൽ പങ്കു ചേർക്കപ്പെടുക എന്നത് അവൻ ഒരിക്കലും പുറത്തു കൊടുക്കുകയില്ല. ഒരാൾ ശിർക്ക് ചെയ്തുകൊണ്ട് ആ അവസ്ഥയിൽ തന്നെ തൗബ ചെയ്യാതെ മരിച്ചാൽ അല്ലാഹു അത് ഒരാൾക്കും ഒരിക്കലും പുറത്തു കൊടുക്കുന്നതല്ല. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, അതിൽ താഴെയുള്ള തിന്മകൾ അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കുന്നതാണ്. നീ ചിന്തിക്കുക, അള്ളാഹുവിന്റെ അടുത്ത് പരലോകത്ത് സർവ്വ തിന്മകളുമായി നീ ചെന്നെത്തിയാലും അവൻ ചിലപ്പോൾ നിനക്ക് പുറത്തു നൽകിയേക്കാം. എന്നാൽ ശിർക്കുമായി നീ അള്ളാഹുവിന്റെ അരികിൽ ചെന്നെത്തിയാൽ ലോകത്തുള്ള സർവ്വ നന്മകളും നിനക്കുണ്ടെങ്കിലും 1000 കൊല്ലം നീ നിസ്കരിക്കുകയും ഉഹദ് മലയോളം നീ സ്വർണം ദാനം ചെയ്യുകയും ഉറക്കമില്ലാതെ നീ 1000 കൊല്ലം അള്ളാഹുവിനെ ആരാധിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും ശിർക്ക് ചെയ്തുകൊണ്ടാണ് നീ അള്ളാഹുവിന്റെ അടുത്തെത്തുന്നത് എങ്കിൽ ആ നന്മകളിൽ ഒന്നുപോലും അള്ളാഹു സ്വീകരിക്കുന്നതല്ല.